കൊള്ളായിരുന്നു. നല്ല കട്ട മീശയും കട്ട താടി ഉണ്ടായിരുന്നു. എനിക്ക് നാണമില്ലായിരുന്നു വല്ല കട്ട മീശയും കട്ട താടി അങ്ങനെയല്ലെന്നു. നല്ല കിടക്ക മീശ ഉണ്ടായിരുന്നു. എനിക്ക് പിന്നെ ഈ തൈര് കൊടുക്കുന്ന സ്വഭാവമുണ്ട്. ഈ തൈര് ഈ വലിയ മീശയിൽ ഇങ്ങനെ തുമ്പത്ത് പറ്റിയിരിക്കുമ്പോൾ നമ്മൾ വൈറ്റ് വാഷ് കഴിഞ്ഞിട്ട് കഴുകാതെ വെച്ചിരിക്കുന്ന ബ്രഷ് പോലിരിക്കും. അതുകൊണ്ട് ഞാൻ ഈ സംഭവം അരിഞ്ഞു കളഞ്ഞത് അറിയാം. നിങ്ങൾ ഇതാരീ പറഞ്ഞ് മനസ്സിലാക്കുന്നത്? നിങ്ങൾക്ക് ഈ മീശയാണേലും കട്ടി മീശയാണേലും എനിക്ക് ഇഷ്ടമാണ്. പിന്നെ എനിക്ക് വയ്യ. എടാ, നിന്റെ അച്ഛൻ എന്നെ പെണ്ണ് കാണാൻ വന്നതിന്റെ അന്ന് നീ ഒന്ന് കാണണമായിരുന്നു. അയ്യോ, എനിക്ക് വരാൻ പറ്റത്തില്ലായിരുന്നല്ലോ അന്ന്. കാരണം എന്റെ മോളെ പെണ്ണ് കാണാൻ ആൾക്കാർ വരുമല്ലായിരുന്നു. കൂട്ടായിരുന്നു അന്ന് ഞാൻ ജനിച്ചോ. അന്ന് ഞാൻ ജനിച്ചായിരുന്നു ഇയാളെ നമ്മുടെ ചെത്തിയ മുറ്റത്ത് കെട്ടത്തില്ലായിരുന്നു. അമ്മയെ കെട്ടിക്കത്തില്ലായിരുന്നു. നീ എന്നെ ചെത്തിയ മുറ്റത്ത് കേട്ടത്തില്ലായിരുന്നു ഇല്ലയോ? എടി, നിന്റെ ഭാഗ്യവാ. ഞാൻ പെണ്ണ് കാണാൻ വന്നപ്പോ ഇവൻ അവിടെ ഉണ്ടായിരുന്നേ. നിന്നെ അവിടെ നിർത്തിയിട്ട് പോകുന്നതിനോടി ഒരു വീട്ടില് 3 ഒരുപോലും മാറിപ്പോയി. നീ ഉണ്ടല്ലോ, നീ കൂടുതൽ. ഹലോ, കണ്ടക്ടർ. എന്തുവായിരുന്നു രാജീവേ? അല്ലല്ല, ഞാൻ ലീവ് എടുത്ത് വീട്ടിൽ പോന്നു. 15 ദിവസം ലീവാ. വണ്ടി ഞാനല്ലോ ഓടിച്ചേ. എന്റെ വണ്ടി കട്ടപ്പനയ്ക്ക് പോകുന്ന കണ്ടെന്നോ? അയ്യോ, ഞാൻ ഇറക്കത്ത് അടവെക്കാതാ പോകുന്ന വണ്ടി. ഒന്ന് പിടിച്ചെടുത്തേക്കണേടാ. ശരി ശരി ശരി. അതെ, കുഞ്ഞിന് ബാംഗ്ലൂരിൽ പോയി പഠിക്കണമെന്ന്. ബാംഗ്ലൂരിൽ പോയി പഠിക്കണമെന്ന്. കേരളത്തിലെല്ലാം ഊരി പഠിച്ചു, ബാംഗ്ലൂരിൽ പോവാ പഠിക്കാനവൻ. അതല്ല, എന്തോ പഠിക്കാനാണോ പോകുന്നത്? എന്തോ എറിഞ്ഞു പൊട്ടിക്കാനാ? ഈ നാട്ടിലെ മൊത്തം ഓടാൻ എറിഞ്ഞു പൊട്ടിച്ച് അതിന്റെ പൈസ ഞാൻ കൊടുത്തോണ്ടിരിക്കുവാ. ബാംഗ്ലൂരിൽ പോയി എറിഞ്ഞു പൊട്ടിക്കാനോ? ഏവിയേഷൻ വിമാനം ഉണ്ടാക്കുന്നു. ഏവിയേഷൻ അവിടെ പോയി വായി നോക്കി നിന്നാലേ പഠിപ്പിക്കുന്ന സാറുമാർ നിന്റെ നാവിഗേഷൻ കലക്കും കേട്ടോ. അവൻ ഏവിയേഷൻ ഉണ്ടാക്കാൻ പോയേക്കുന്നു. നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ വീട്ടിലെ അവസ്ഥ നീ മനസ്സിലാക്കുക. ഇതൊക്കെ പഠിക്കാനുള്ള പൈസ ഈ വീട്ടിലുണ്ടോ? ലോൺ എടുത്ത് തരണം. ലോൺ എടുത്ത് കൊടുക്കണോ? നീ ചെറുക്കൻ ലോൺ എടുത്ത് അവൻ അടയ്ക്കും. നീ അടയ്ക്കൂടാ ലോൺ? ഞാൻ അടയ്ക്കും. അവൻ കോട്ടോ വിട്ടാ ഞാൻ അടച്ചു കൊടുക്കണം അവന്റെ വാ. എന്നിട്ട് അവൻ ലോൺ അടയ്ക്കുമ്പോൾ കൂടുതൽ സംസാരിക്കരുത്. എനിക്ക് 10ാം ക്ലാസ് കഴിഞ്ഞു. എന്റെ നിർബന്ധത്തിന് +2 വിട്ടത്. ആ +2 ഇവൻ എഴുതിയെടുത്തത് 2 തവണ എഴുതിയിട്ടാണ് ഇവൻ +2 ജയിച്ചത്. അമ്മേ, മാന്യതയോട് പറയാമേ, അത് +2 ആണ്. അങ്ങനെ അത് എഴുതുന്നത്. അതാ 2 തവണ എഴുതണം, എന്നാലേ പാസ് ആവത്തുള്ളൂ. ഇവൻ ഇതൊന്നും അറിയത്തില്ല. ഇവൻ കഷ്ടപ്പാടിൽ നിന്ന് വന്നവനൊന്നും അല്ല ഇവൻ. എടാ, നിന്റെ പ്രായത്തിൽ ഞാൻ കല്യാണം കഴിച്ചു. എന്റെ ഈ പ്രായത്തിൽ നിന്റെ പ്രായമുള്ളൊരു മോൻ എനിക്കുണ്ടായി. നീ ഈ പ്രായത്തിൽ കല്യാണം കഴിച്ചാൽ നീ എന്റെ പ്രായമാകുമ്പോൾ നിന്റെ മോൻ എത്ര പ്രായം ഉണ്ടാവും അറിയാമോടാ? പരീക്ഷ എഴുതി കേട്ടത് ഇങ്ങനെ PSC ക്വസ്റ്റ്യനുമായിട്ട് ഇറങ്ങിയേക്കോ. എന്നെ കൂടെ വിഷമിക്കാൻ നിനക്ക് പോണോ ബാംഗ്ലൂർ? എനിക്ക് പോണം.